Hi friends, welcome to AnisTechFactory. മെഷർമെന്റ് എടുക്കാതെ എങ്ങനെ നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ മെഷർമെന്റ് എടുക്കാൻ പഠിക്കാം എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഫ്രണ്ട് കപ്പും ആം ഹോളും ശരിയാകാത്തതാണ് മെയിൻ പ്രോബ്ലം. അതിനുവേണ്ടിയുള്ള ഒരു ഈസി ട്രിക്കാണിത്. ഇതിന് ആദ്യം വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് സ്യൂട്ടായിട്ടുള്ള നിങ്ങളുടെ ഒരു പഴയ ബ്ലൗസാണ്. ഈ ബ്ലൗസിൻ്റെ എല്ലാ സ്റ്റിച്ചസും അഴിച്ചെടുക്കണം. സ്ലീവ്, ഷോൾഡർ എല്ലാം തന്നെ അഴിച്ചെടുക്കണം. അതാണ് ക്ഷമ വേണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സ്റ്റിച്ച് അഴിക്കുന്നതിന് ഇതുപോലുള്ള സൂചി ഉപയോഗിക്കാം. ഇത് മെഷീൻ വാങ്ങുമ്പോൾ ടൂൾസിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ബ്ലൗസ് സ്റ്റിച്ചസ് എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസിൻ്റെ ഏതെങ്കിലും ഒരു പീസ് എടുത്താൽ മതി. നെക്കിൻ്റെ സ്റ്റിച്ച് അഴിക്കണമെന്നില്ല. ഇത് സ്ലീവ്, ഒരു സൈഡ് സ്ലീവ് മാത്രം നമുക്ക് മതി. ബെൽറ്റ് ഒരു പീസ് വേണം. ഇത് പേപ്പറിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് അഴിക്കുമ്പോഴുള്ള ഫോൾഡിങ്സ് അയൺ ചെയ്തൊന്ന് മാറ്റിയെടുക്കാം. അയൺ ചെയ്ത് ഫോൾഡിങ്സ് എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പേപ്പറിൽ സ്കെച്ച് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പീസ് എടുത്ത് രണ്ടായി മടക്കണം. ചുളിവുകളില്ലാതെ വേണം മടക്കാൻ. ഇതിൽ നെക്കും താഴെയും നമ്മൾ സ്റ്റിച്ച് അഴിച്ചിട്ടില്ല. ന്യൂസ് പേപ്പർ രണ്ടായിട്ട് മടക്കി അതിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത ബ്ലൗസ് പീസ് എടുത്തു വയ്ക്കണം. ഷോൾഡറും നെക്കുമെല്ലാം ചുളിവില്ലാത്ത രീതിയിൽ വേണം എടുത്തു വയ്ക്കാൻ. ബിഗിനേഴ്സിന് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേപ്പറിനോട് ചേർത്ത് വെച്ച് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്കും ആം ഹോളും ഔട്ട്ലൈൻ വരച്ചെടുക്കാം. നെക്കിൻ്റെ സ്റ്റിച്ച് അഴിച്ചിട്ടില്ല. അതുകൊണ്ട് 4 ഇഞ്ച് പൈപ്പിംഗ് വെക്കുന്നതിന് വിടേണ്ടതുണ്ട്. ആദ്യം ഇതിലുള്ള നെക്ക് ലൈൻ വരയ്ക്കാം. അതിനുശേഷം 4 ഇഞ്ച് വിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാം. അത് പൈപ്പിങ്ങിന് വേണ്ടിയുള്ളതാണ്. താഴെ നമ്മൾ സ്റ്റിച്ച് അഴിച്ചിട്ടില്ല. അതുകൊണ്ട് 1 ഇഞ്ച് താഴേക്ക് ഇറക്കി വരയ്ക്കണം. ഇത് മടക്കി തയ്ക്കുന്നതിനാണ്. സൈഡും ഔട്ട്ലൈൻ കൊടുത്ത് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പേപ്പർ കട്ടിങ്ങിൻ്റെ മുകളിൽ അളവ് ബ്ലൗസ് വെച്ച് വണ്ണം അടയാളപ്പെടുത്തിയെടുക്കാം. ഇത് സീം അലവൻസ് വിട്ട് ബാക്കിയുള്ള ഭാഗം അടയാളപ്പെടുത്തണം. ഇപ്പോൾ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഫ്രണ്ട് പോർഷൻ. ഇത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ. ഇപ്പോൾ ഫ്രണ്ട് പീസും പേപ്പറിലേക്ക് മാറ്റി പിൻ ചെയ്തെടുക്കണം. ഇനി ആം ഹോളും സൈഡും ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇവിടെ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ 4 ഇഞ്ച് വിട്ട് വേണം നെക്ക് ലൈൻ വരച്ചെടുക്കാൻ. ഇനി ടക്സുകൾ ഒന്നൊന്നായി മാർക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിലെ ടക്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ടക്സ് പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവും നമുക്ക് ഇതുപോലെ പേപ്പറിനോട് ചേർത്ത് പിൻ ചെയ്ത് ഔട്ട്ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്തെടുക്കാം. ബെൽറ്റും ഔട്ട്ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ടിംഗ് പേപ്പർ വെച്ച് നമുക്കിനി മെഷർമെൻ്റ് എടുത്ത് പഠിക്കാം. ഞാൻ ഈ കട്ടിംഗ് പേപ്പറിൽ മെഷർ എടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കട്ടിംഗ് പേപ്പറിൽ മെഷർ എടുത്ത് അതിൽ തന്നെ നോട്ട് ചെയ്യാം. മെഷർ എടുക്കുമ്പോൾ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, നെക്ക്, ആം ഹോൾ, ഷോൾഡർ എന്നിങ്ങനെ ഓർഡർ അനുസരിച്ച് വേണം മെഷർ എടുക്കാൻ. ഇങ്ങനെ 3-4 പ്രാവശ്യം ഈ കട്ടിംഗ് പേപ്പറിൽ മെഷർമെൻ്റ് എടുത്ത് പഠിച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റും എടുത്ത് പഠിക്കാം. ബിഗിനേഴ്സ് എപ്പോഴും തുണിയിൽ വെട്ടിപ്പടിക്കുന്നതിന് പകരം പേപ്പറിൽ ആദ്യം കട്ട് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തുണി വേസ്റ്റ് ആവുകയില്ല. ഇപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആം ഹോളിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ഫ്രണ്ട് ആം ഹോൾ എപ്പോഴും 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടിയിരിക്കണം. ഇനി സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നോട്ട് ചെയ്യാം. ഇപ്പോൾ സ്ലീവിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ഇങ്ങനെ ഫ്രണ്ട് സ്ലീവ് 1/2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യണം. എന്നാൽ ചുളിവുകളില്ലാതിരിക്കും. അടുത്ത് ബെൽറ്റ് മെഷർ ചെയ്യാം. അടുത്ത് ഈ പേപ്പർ കട്ടിംഗ് വെച്ച് എങ്ങനെ ഒരു തുണി കട്ട് ചെയ്യാമെന്ന് നോക്കാം. തുണി ലെങ്ത് വൈസ് 2ആക്കി മടക്കി അതിൻ്റെ മുകളിൽ കട്ടിംഗ് പേപ്പർ വെച്ച് പിൻ ചെയ്ത ശേഷം ചോക്ക് കൊണ്ട് വരച്ചെടുക്കുക.
ഈ രീതിയിൽ വെട്ടിയെടുത്താൽ തുണി അല്പം പോലും വേസ്റ്റ് ആവില്ല. അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്ലൗസിന് വേണ്ട മെയിൻ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിൽ കപ്പ് പോയിൻറ്റും സീം അലവൻസും മാർക്ക് ചെയ്യാം. ബാക്ക് പീസിൻ്റെയും സ്ലീവിൻ്റെയും സീം അലവൻസ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കട്ടിംഗ് പേപ്പർ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങളുടെ ബ്ലൗസ് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം മണി സേവ് ചെയ്യാനും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.